അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ പറഞ്ഞത്, യൂസസ് ഓഫ് കാർബൺ നാനോ ട്യൂബ്സ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതിൻ്റെ സൈസ് വളരെ കുറവാണ്, അതുകൊണ്ട് അതിൻ്റെ സർഫസ് ഏരിയ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് യൂസ്ഡ് ആസ് എ ഗുഡ് കാറ്റലിസ്റ്റ് കേട്ടോ. ഇവിടെ ഗുഡ് എന്ന് എഴുതണം കേട്ടോ. നമ്മുടെ ദെയർ യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ് എന്നായിട്ട്. അപ്പോൾ ഗുഡ് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് കാറ്റലിസ്റ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ ദേ ആർ യൂസ്ഡ് ആസ് മോളിക്കുലർ സൈസ് ടെസ്റ്റ് ട്യൂബ്സ് ഫോർ ഡ്രഗ് ഡെലിവറി. മരുന്ന് കൊടുക്കാൻ, അതായത് മോളിക്കുലർ സൈസിലുള്ള, മോളിക്യൂളിൻ്റെ സൈസ് നമുക്ക് അറിയാം, വളരെ ചെറുതാണ്. ആറ്റം ചെറുതാണ്, മോളിക്യൂളും ചെറുതാണ്. അപ്പം മോളിക്യൂളിൻ്റെ സൈസുള്ള ടെസ്റ്റ് ട്യൂബ് നമുക്ക് കാർബൺ നാനോ മെറ്റീരിയലിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ മരുന്ന് കൊടുത്തിട്ട് ബോഡിയിൽ ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ആ ടെസ്റ്റ് ട്യൂബ് നമ്മൾ തിരിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. They are used as strengtheners of composite materials. They are used as strengtheners of composite material. അപ്പോൾ കോമ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സിമെൻറ്റ്, കോൺക്രീറ്റ് ഇല്ല, കോൺക്രീറ്റ് പറഞ്ഞാൽ ഒരു കോമ്പോസിറ്റ് മെറ്റീരിയൽ എന്നാണ് പറയുക. കോമ്പോസിറ്റ് പറഞ്ഞാൽ കോൺക്രീറ്റിൽ എന്തൊക്കെയുണ്ട്, സിമെൻറ്റ് ഉണ്ടാവും, പിന്നെ അതിൽ വെള്ളം ചേർക്കും, കല്ലുണ്ടാവും, ഒന്നായിട്ട് ചേർന്നതാണ്, കുറേ ഒരു മിക്സ്ചറാണ്. അതാണ് കോമ്പോസിറ്റ് മെറ്റീരിയൽസ്. അതിൻ്റെ ഉറപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും, കാർബൺ നാനോ ട്യൂബ് ഉപയോഗിക്കും. അതാ പറഞ്ഞത്, ദേ ആർ യൂസ്ഡ് ആസ് സ്ട്രെങ്തനേഴ്സ് ഓഫ് കോമ്പോസിറ്റ് മെറ്റീരിയൽ. കോൺക്രീറ്റ് പോലുള്ള കോമ്പോസിറ്റ് മെറ്റീരിയൽസിൻ്റെ ഉറപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നാനോ മെറ്റീരിയൽ ആഡ് ചെയ്യും. പിന്നെ ദേ ആർ യൂസ്ഡ് ഇൻ സോളാർ സെല്ല് ഏറ്റവും ഹൈ ടെക്നോളജിയുള്ള സോളാർ സെല്ലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കും. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെയൊക്കെ സ്റ്റഡി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചിലതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, ദേ ആർ യൂസ്ഡ് ഇൻ മിലിറ്ററി ആൻഡ് സ്പേസ് പ്രോഗ്രാം. സ്പേസ് പറഞ്ഞ ബഹിരാകാശം, അതേപോലെ മിലിറ്ററി പട്ടാള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത് നമ്മൾ ഉപയോഗിക്കും. പിന്നെ ദേ ആർ യൂസ്ഡ് ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻസ്, വൈദ്യുതിപരമായിട്ട്, അതേപോലെ കമ്മ്യൂണിക്കേഷൻസ്, ഉപഗ്രഹങ്ങൾ, സാറ്റലൈറ്റ്, അതേപോലെ കമ്മ്യൂണിക്കേഷനിലൊക്കെ എന്ത് ചെയ്യും, മൊബൈൽ ടവറുകൾ, അതിലൊക്കെ എന്ത് ചെയ്യും, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് ഉപയോഗിക്കും. അടുത്തത് ഫുള്ളറീൻസ്. അപ്പം നമ്മൾ പറഞ്ഞു കാർബൺ നാനോ ട്യൂബ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കാർബൺ നാനോ ട്യൂബ്സിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതിൻ്റെ പ്രോപ്പർട്ടി, അതിൻ്റെ യൂസ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ. വേറൊരു നാനോ മെറ്റീരിയൽ ആണെന്ന് ഫുള്ളറീൻസ് എന്ന് പറയും. ഫുള്ളറീൻസ്. ഓക്കെ, ഫുള്ളറീൻസ്. അപ്പം ഇതിനെ സംബന്ധിച്ച പോയിന്റുകൾ ഇതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ദേ ആർ അലോട്രോപ്പോ കാർബൺ. കാർബൺ നാനോ ട്യൂബും നമ്മൾ അങ്ങനെ പറഞ്ഞത് ദേ ആർ അലോട്രോപ്പോ കാർബൺ. ഇതും എന്താണ്, ഫുള്ളറീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോട്രോപ്പോ കാർബൺ ആണ്. കാർബണിന്റെ ഒരു രൂപമാറ്റം കേട്ടോ. ഡയമണ്ട് എന്ന കാർബൺ തന്നെയാണ്. കാർബണിന്റെ എന്താണത്, ഒരു 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 പ്രത്യേക രൂപമാണത്. അതാണ് അലോട്രോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കാർബൺ തന്നെയാണ്. ഇപ്പൊ ഡയമണ്ടും ഗ്രാഫൈറ്റും ഒരേ പ്രോപ്പർട്ടി അല്ല, അതിലെന്താണുള്ളത്, കാർബൺ ആണുള്ളത്. ഇങ്ങനെ പ്രോപ്പർട്ടി വ്യത്യാസമുള്ള ഒരേ സബ്സ്റ്റൻസിന്റെ വ്യത്യസ്ത രൂപങ്ങളിൽ കാണപ്പെടുക, അതാണ് അലോട്രോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫുള്ളറീൻ എന്ന് പറഞ്ഞാൽ കാർബണിന്റെ ഒരു അലോട്രോപ്പാണ്. ദേ ആർ എ ക്ലാസ് ഓഫ് മോളിക്യൂൾ ഓഫ് കാർബൺ ഹാവിംഗ് എ ഹോളോ കാർബൺ കേജ് സ്ട്രക്ചേഴ്സ്. ഹോളോ കാർബൺ കേജ് സ്ട്രക്ചർ. അപ്പം കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു കൂട്, ഒരു ബോക്സിന്റെ ഒക്കെ രൂപത്തിലുള്ള ഒരു. അപ്പം ഫുള്ളറീൻസ് എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളല്ല, കുറേ മോളിക്യൂളുകൾ. ഫുള്ളറീൻ എന്ന് പറഞ്ഞാൽ കുറേ കാർബണുകൾ ചേർന്നുള്ള ഒരു കൂട് പോലുള്ള, ഒരു കേജ് പോലുള്ള, അല്ലെങ്കിൽ ഒരു റിങ് ഉള്ള ഒരു കോമ്പൗണ്ടുകളുടെ ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പിനെയാണ് ഫുള്ളറീൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ പല ഷേപ്പ് ഉണ്ടത്. ദ മോസ്റ്റ് സ്റ്റേബിൾ ഫോം ഓഫ് ഫുള്ളറീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബക്ക് മിനിസ്റ്റർ ഫുള്ളറീൻ. അതില് C60 60 കാർബൺ ഉള്ള ഒരു കാർബൺ നാനോ മെറ്റീരിയൽ ആണെന്ന് ബക്ക് മിനിസ്റ്റർ ഫുള്ളറീൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഫുള്ളറീൻ എന്ന് പറഞ്ഞാൽ ഒന്നല്ല, ഒരു ഫാമിലിന്റെ പേരാണ്. കാർബൺ നാനോ ട്യൂബിന്റെ ഒരു ഫാമിലിന്റെ പേരാണ്. അപ്പൊ അതിൽ കുറേ കാർബൺ 61 ഉള്ളതുണ്ട്, 65 ഉള്ളതുണ്ട്, 70 ഉള്ളതുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ട് ഉള്ള ഒന്നാണെന്ത്, C60 60 കാർബൺ ഉള്ള C60 സി എന്ന കാർബൺ, C60 60 കാർബൺ ഉള്ള ഒരു ഫുള്ളറീൻ ആണ്. അതിന്റെ പേരെന്താണ്, ബക്ക് മിനിസ്റ്റർ ഫുള്ളറീൻ. അതൊരു
ബക്ക് മിനിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പേരാണ് കേട്ടോ, ഒരു സയന്റിസ്റ്റിന്റെ, ഒരു ആർക്കിടെക്ചറിന്റെ പേരാണ് കേട്ടോ. ഇതുമായി ബന്ധപ്പെട്ട ഒരു 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 എഞ്ചിനീയർ ആണ് അദ്ദേഹം കേട്ടോ. ഒരു എഞ്ചിനീയർ അല്ല, ഒരു ആർക്കിടെക്ചർ, അതായത് എഞ്ചിനീയർ അല്ലേ, ആർക്കിടെക്ചർ രൂപകൽപ്പന ചെയ്ത ഒരാളാണിത് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിലാണ് ബക്ക് മിനിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു ഭാഗമാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പേര് ബക്ക് മിനിസ്റ്റർ ഫുള്ളറിൻ എന്നാണ്. ഇതിൽ 60 കാർബൺ ആണ് ഉണ്ടാവുക. ഫുള്ളറിൻ വിത്ത് 60 കാർബൺ ആറ്റം അറേഞ്ച്ഡ് ഇൻ എ സ്ഫെറിക്കൽ സ്ട്രക്ചർ. ഒരു സ്ഫിയറിന്റെ സ്ട്രക്ചറാണ് ഇതിനുള്ളത്, അതായത് ഒരു ഫുട്ബോൾ പോലെ. ഇറ്റ് ഈസ് എ 1 ഡയമെൻഷണൽ കാർബൺ നാനോ മെറ്റീരിയൽ. 1 ഡയമെൻഷണൽ ആണ്. സിൻസ് ഇറ്റ് റിസംബിൾ ഫുട്ബോൾ, ഇറ്റ് ഈസ് ആൾസോ കോൾഡ് ബക്കി ബോൾ എന്ന് വിളിക്കും കേട്ടോ. ബക്ക് മിനിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കിടെക്ചറിന്റെ പേരാണ് ഇട്ടത്. ഇതൊരു ബോളിന്റെ ഷേപ്പ് ഉള്ളത് കൊണ്ട് ഇതിനെ ബക്കി ബോൾ എന്ന് പറയും കേട്ടോ. സിൻസ് ഇറ്റ് റിസംബിൾ ഫുട്ബോൾ, ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ബക്കി ബോൾ കേട്ടോ. ഇറ്റ് ഈസ് എ 1 ഡയമെൻഷണൽ കാർബൺ നാനോ മെറ്റീരിയൽ ആണ്. ഇതൊരു 1 ഡയമെൻഷണൽ ആണ് കേട്ടോ. അപ്പൊ ഇത്രയും പോയിന്റുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നെന്താണ്, അല്ലോടോപ്പ് ഓഫ് കാർബൺ ആണ്. രണ്ടാമത്തത്, ദേ ആർ എ ക്ലാസ് ഓഫ് മോളിക്യൂൾ ഓഫ് കാർബൺ ഹാവിംഗ് ഓളോ കാർബൺ കേജ് സ്ട്രക്ചർ ആണ് ഉള്ളത്. മോസ്റ്റ് സ്റ്റേബിൾ ഫോം ഓഫ് ഫുള്ളറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബക്ക് മിനിസ്റ്റർ ഫുള്ളറിൻ ആണ്. വിത്ത് 60 കാർബൺ ആറ്റംസ് അറേഞ്ച്ഡ് ഇൻ എ സ്ഫെറിക്കൽ സ്ട്രക്ചർ. It is a 1 dimensional carbon nanomaterial. Since it resembles football, it is also known as buckyball. Buckyball എന്നും ഇതിനെ പറയും. ബക്കി പറഞ്ഞാൽ ബക്ക് മിനിസ്റ്റർ, ബോൾ പറഞ്ഞാൽ ഫുട്ബോളിന്റെ ഷേപ്പ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത് ഒരു ഫുട്ബോളിന്റെ ഷേപ്പ് ഉള്ള, അപ്പം ഫുള്ളറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 കാർബണുകളുണ്ട്, 70 ഉണ്ട്. ഇതിൽ ഏറ്റവും സ്റ്റേബിൾ ആയത് ഏതാണ്? 60 കാർബൺ ഉള്ളത്. അതിന്റെ ഷേപ്പ് എന്താണ്? ഫുട്ബോളിന്റെ ഷേപ്പാണ്. അതുകൊണ്ട് അതിനെ ബക്കി ബോൾ എന്ന് പറയും. പിന്നെ ഈ 60 കാർബണിലെ ഈ ഫുട്ബോളിന്റെ ഷേപ്പ് ഉള്ളതിന് ബക്കി മിനിസ്റ്റർ ഫുള്ളറിൻ എന്നാണ് പറയാ. ഇതിന്റെ മറ്റൊരു പേരാണ് ബക്കി ബോൾ. ഓക്കെ, ഈ ബക്കി ബോളിന്റെ ഷേപ്പ് ഇതാ കാണിച്ചിട്ടുണ്ട്. ഒരു ഫുട്ബോളിന്റെ മാതിരി കുറെ എക്സഗണുകൾ, എക്സഗണും പെന്റഗണും ഒക്കെ ഉണ്ട് കണ്ടില്ലേ. എക്സഗൺ മാത്രമല്ല, എക്സഗൺ ഉണ്ട്, പെന്റഗൺ ഉണ്ട്. ഇത് അതിന്റെ ഇടയിലുള്ള ബോണ്ടാണ് കാണിച്ചത്. ഇതെന്താണ്? കാർബൺ, സി സി സി. ഓരോ കാർബൺ ആറ്റാണ് ഈ കാണിച്ചത്. ഓരോ ചെറിയത് കാണിച്ചിട്ടില്ല, അതൊക്കെ കാർബണുകളാണ്. അതിൻ്റെ ഇടയിലുള്ള ബോണ്ടുകൾ. ഇത് എക്സഗൺ ആണ്, അതേപോലെ പെന്റഗണും ഉണ്ട്. അപ്പൊ ഇതാണ് ബക്കി ബോൾ എന്നാണ്. അതിൻ്റെ ഒരു ഫുട്ബോളിന്റെ ഷേപ്പ് തന്നെ ഇതിനുള്ളത് കേട്ടോ. അപ്പൊ ഇതിൽ കുറെ പെന്റഗണുകളും എക്സഗണുകളുമാണ്. പെന്റഗണും എക്സഗണും. പെന്റഗൺ എന്ന് പറഞ്ഞാൽ 5 സൈഡുള്ള ഷേപ്പ് കേട്ടോ. അപ്പൊ ഫുട്ബോളിൽ 6 സൈഡുള്ള ഷേപ്പുകളും ഉണ്ട്, അതേപോലെ 5 സൈഡുള്ള ഷേപ്പുകളും. ഓക്കെ, ഇനി യൂസസ് ഓർ ആപ്ലിക്കേഷൻസ് ഓഫ് ഫുള്ളറിൻ. അതിന്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ യൂസ്. ദേ ആർ യൂസ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് HIV ഇൻഫെക്ഷൻ. HIV ഇൻഫെക്ഷനിന്റെ ട്രീറ്റ്മെന്റിന് നമ്മൾ ഈ ഫുള്ളറിൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ദേ ക്യാൻ ആക്ട് ആസ് ബയോളജിക്കൽ ആന്റി ഓക്സിഡന്റ്. നമ്മളെ ബോഡിയിൽ നമ്മൾ ആന്റി ഓക്സിഡന്റ് ആയിട്ട് പല മെഡിസിനും നമ്മൾ കഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിക്കുന്ന ഒരു മെഡിസിൻ ആണെന്ത്, മെഡിസിനിലുള്ള മെറ്റീരിയൽ ആണെന്ത് ഫുള്ളറിൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഫുള്ളറിൻ ഡെറിവേറ്റീവ്സ് ആർ യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ്. അതേപോലെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. മിക്കവാറും നാനോ മെറ്റീരിയൽസ് എന്താ ഉപയോഗിക്കുന്നത്? കാറ്റലിസ്റ്റ് ആയി ഉപയോഗിക്കുന്നത്. പിന്നെ ദേ ആർ യൂസ്ഡ് ആസ് ലൂബ്രിക്കൻസ്. ഓയിലിനൊക്കെ പകരമായിട്ട് ലൂബ്രിക്കൻസുകളായിട്ട് നമ്മൾ ഉപയോഗിക്കും. അപ്പൊ ഇതൊക്കെയാണ് യൂസ്. ഒന്നെന്താണ്? HIV ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കും, HIV ഇൻഫെക്ഷന് വേണ്ടി ഉപയോഗിക്കും. പിന്നെ ബയോളജിക്കൽ ആന്റി ഓക്സിഡന്റ് ആയിട്ട് ഉപയോഗിക്കും. ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും നമുക്ക് വേണ്ട. പിന്നെ ഫുള്ളറിൻ ഡെറിവേറ്റീവ്സ് ആർ യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ്. പിന്നെ ദേ ആർ യൂസ്ഡ് ആസ് ലൂബ്രിക്കൻസ്. അപ്പൊ നാനോ മെറ്റീരിയൽസിന്റെ എന്താണ് ഫുള്ളറിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ എന്നൊക്കെ പറഞ്ഞത് അല്ലെ, ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. അതേപോലെ അതിന്റെ ഷേപ്പ്, പിന്നെ അതിന്റെ യൂസസ് നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, ഇനി ഗ്രാഫീൻ. എന്താണ് ഗ്രാഫീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫൈറ്റിലെ ഒരു സിംഗിൾ ഷീറ്റിനെ വിളിക്കുന്ന പേരാണ്. ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ കുറേ ലാർജ് നമ്പർ, മില്യൺ ട്രില്യൺ ഷീറ്റുകൾ ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് വെച്ചതുപോലെ നിൽക്കുന്ന ഒരു സാധനമാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്.
അതിലൊരു സിംഗിൾ ഷീറ്റിന് വിളിക്കുന്ന പേരാണ് ഗ്രാഫീൻ. ഈ ഗ്രാഫീനിന് എന്ത് പ്രോപ്പർട്ടി ഉണ്ട്? ഗ്രാഫൈറ്റിന് നാനോ പ്രോപ്പർട്ടി ഇല്ല, നാനോ മെറ്റീരിയൽ അല്ല. പക്ഷെ അതിന്റെ ഓരോ ഷീറ്റുകളും എന്താണ്? നാനോ പ്രോപ്പർട്ടി കാണിക്കും, അതായത് നാനോ സൈസ് ആണുള്ളത്. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്, ഇറ്റ് ഈസ് എൻ അലോട്രോപ്പ് ഓഫ് കാർബൺ വിച്ച് ഈസ് എ 2-dimensional കാർബൺ നാനോ മെറ്റീരിയൽ. 2 dimension ആണ്. എക്സാമ്പിൾ അവിടെ പറഞ്ഞിട്ടുണ്ടാവും. ഇറ്റ് ഈസ് എ 1 atom thick layer of carbon atom arranged in a hexagonal lattice. 1 carbon thick layer ആണ് ഉണ്ടാവുക. ഞാൻ പറഞ്ഞില്ല, ഒരു ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷീറ്റിൽ മേലെ എന്താ ഉണ്ടാവുള്ളൂ? കുറെ കാർബണുകൾ ഹെക്സഗണുകളായിട്ടാണ് നിൽക്കുക. ഇറ്റ് ഈസ് 1 atomic layer of graphite. It is 1 atomic layer of graphite. അത് നമ്മൾ പറഞ്ഞല്ലോ, അതിന്റെ ഒരു ലെയർ ആണ്, ഒരു ഷീറ്റാണ്. വെൽ നോൺ ഫോംസ് ഓഫ് കാർബൺ കണ്ടെയ്നിങ് മോളിക്യൂൾസ് ദാറ്റ് ഡിറൈവ്ഡ് ഫ്രം ഗ്രാഫീൻ ആർ ഗ്രാഫൈറ്റ്, fullerene, carbon nanotube. Therefore, graphene can be called mother of all these structures. ഗ്രാഫൈറ്റ്. അപ്പം ഈ ഗ്രാഫൈറ്റ് ഉണ്ടായത് എന്തുകൊണ്ടാണ്? നമ്മളില്ല, ഗ്രാഫൈറ്റിൽ എന്താണുള്ളത്? കുറേ ഗ്രാഫീൻ ഷീറ്റുകളാണുള്ളത് കേട്ടോ. അപ്പൊ ഗ്രാഫൈറ്റ് ഉണ്ടായത് എന്തെന്നാണ്? ഗ്രാഫീൻ എന്നാണ്. ഫുള്ളറീൻ ഉണ്ടായതും ഗ്രാഫീൻ എന്നാണ്. കാർബൺ നാനോ ട്യൂബ് ഞാൻ പറഞ്ഞില്ലേ, ഗ്രാഫീനെ ഫോൾഡ് ചെയ്തിട്ടാണ് കാർബൺ നാനോ ട്യൂബ് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് ഗ്രാഫീൻ ക്യാൻ ബി കോൾഡ് ദ മദർ ഓഫ് ആൾ ദീസ് സ്ട്രക്ചേഴ്സ്. കാരണം എല്ലാ സ്ട്രക്ചറും നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഫുള്ളറീന്, കാർബൺ നാനോ ട്യൂബ്, ഗ്രാഫൈറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മളടുത്ത് ഗ്രാഫീൻ ഉണ്ട് എന്ന് കൂട്ടുക കേട്ടോ. അപ്പൊ നമുക്ക് ഗ്രാഫീനെ ലാബിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഗ്രാഫീൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറെ കാർബണുകളെ, അതായത് ഇപ്പൊ കാർബൺ മോണോക്സൈഡ് അല്ലെങ്കിൽ മീഥെയ്ൻ, അതായത് ഹൈഡ്രോ കാർബൺ ഒക്കെ ഹീറ്റ് ചെയ്യുക. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലും പ്രഷറിലും ഒക്കെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫീൻ ഉണ്ടാക്കാൻ പറ്റും. ഗ്രാഫീൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഷീറ്റ് ഓഫ് ഗ്രാഫൈറ്റ് ആണ്. അപ്പൊ ഗ്രാഫൈറ്റ് വേണമെന്നൊന്നുമില്ല കേട്ടോ. ഗ്രാഫൈറ്റിന്റെ ഒരു ഷീറ്റ് എടുത്തിട്ട് നമുക്ക് ഗ്രാഫൈറ്റിന്റെ ഒരു ഷീറ്റിനെ എന്താ വിളിക്കുക? ഗ്രാഫീൻ. ഈ ഗ്രാഫീൻ കൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാം? കാർബൺ നാനോ ട്യൂബ് ഉണ്ടാക്കാം, ഫുള്ളറീൻ ഉണ്ടാക്കാം, ഒക്കെ ഉണ്ടാക്കാം. പക്ഷെ ഗ്രാഫീൻ ഉണ്ടാവണമെങ്കിൽ ഗ്രാഫൈറ്റ് വേണമെന്നില്ല. ഗ്രാഫീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാബിൽ ഉണ്ടാക്കാൻ പറ്റും. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഗ്രാഫൈറ്റ് ഉണ്ടാക്കാം, ഫുള്ളറീൻ ഉണ്ടാക്കാം, കാർബൺ നാനോ ട്യൂബ് ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ഗ്രാഫീനെ മദർ ഓഫ് ആൾ ദീസ് സ്ട്രക്ചേഴ്സ് നമ്മൾ പറയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഓർക്കുക. ഇറ്റ് ഈസ് എൻ അലോട്രോപ്പ് ഓഫ് കാർബൺ, ഇറ്റ് ഈസ് എ 2-dimensional കാർബൺ നാനോ മെറ്റീരിയൽ. ഇറ്റ് ഈസ് എ 1 atom thick, ഒരു ആറ്റത്തിന്റെ തിക്കേ ഉണ്ടാവുള്ളൂ, ലെയർ ഓഫ് കാർബൺ ആറ്റം അറേഞ്ച്ഡ് ഇൻ എ ഹെക്സഗണൽ ലാറ്റിസ്, അതായത് ഹെക്സഗൺ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഗ്രാഫീന്റെ ഷീറ്റ്. ഇതിനെ ഫോൾഡ് ചെയ്തിട്ട് റോൾ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ഇതിനെന്താണ്? കാർബൺ നാനോ ട്യൂബ്. ഇതെന്താണ്? ഫുള്ളറീൻ ആണ്. C60, 60 കാർബൺ ഉള്ള ഫുട്ബോളിന്റെ ഷേപ്പാണ്. ഇതെന്താണ്? ഗ്രാഫൈറ്റ് ആണ്. അപ്പം ഗ്രാഫീന്ന് നമുക്ക് ലാബില് ഗ്രാഫൈറ്റ് ഉണ്ടാക്കാം, ഫുള്ളറീൻ ഉണ്ടാക്കാം. ഫുള്ളറീന്റെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളതാണ് ബക്കി മിനിസ്റ്റർ ഫുള്ളറീൻ അല്ലെങ്കിൽ ബക്കി ബോൾ എന്ന് പറയും കേട്ടോ. അതാണ് C60, അതുണ്ടാക്കാം. പിന്നെ കാർബൺ നാനോ ട്യൂബ്, ഇത് സിംഗിൾ വാൾഡ് ആണ്. മൾട്ടി വാൾഡ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. മൾട്ടി വാൾഡ് എങ്ങനെ ഉണ്ടാക്കുക? 2 ലെയർ എടുക്കുക. ഓക്കെ, ഇനി പ്രോപ്പർട്ടീസ്. Graphene is the thinnest known material and is the strongest material ever to be measured. ഇന്ന് അറിയപ്പെട്ടതിൽ വെച്ച് ഏറ്റവും തിക്നെസ് കുറഞ്ഞ മെറ്റീരിയൽ ആണെന്ന് ഗ്രാഫീൻ എന്ന് പറയുന്നത്. അതേപോലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതുവരെ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഗ്രാഫീൻ എന്ന് പറയുന്നത്. പിന്നെ വെരി ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി കേട്ടോ. പിന്നെ വെരി ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഞാൻ പറഞ്ഞില്ല, എല്ലാ നാനോ മെറ്റീരിയലും എന്തായാലും വെരി ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും തെർമൽ കണ്ടക്ടിവിറ്റിയാണ്. അതുകൊണ്ട് ഈ ഗ്രാഫീനും അങ്ങനെ. പിന്നെ ഇറ്റ് ഹാസ് വെരി ഹൈ ഇലാസ്റ്റിസിറ്റി, അതേപോലെ ഫ്ലെക്സിബിലിറ്റി. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ അതിനെ വലിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റിൽ തന്നെ പോകും. അതേപോലെ ഫ്ലെക്സിബിൾ, നമുക്ക് പല വിധത്തിൽ വളർത്താൻ പറ്റും. പിന്നെ ഇറ്റ് ഹാസ് വെരി ഹൈ ഹാർഡ്നെസ്, ഉറപ്പ് വളരെ കൂടുതലാണ്. അപ്പൊ ഇതൊക്കെയാണ് പ്രോപ്പർട്ടീസ്. അപ്പം ഈ പ്രോപ്പർട്ടി ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. അപ്പൊ ഗ്രാഫീൻ എന്താണ്?
ഇത്രയും ഈ കാര്യങ്ങൾ അതേപോലെ